കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കാം. തിരുവനന്തപുരം മണ്ഡലത്തിൽ കടുത്ത പോരാട്ടമായിരുന്നു നടന്നത്. ഒടുവിൽ വിജയം സിറ്റിംഗ് എംപിയായ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് തന്നെ ലഭിച്ചു. 16,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ശശി തരൂർ വിജയിച്ചത്. അമേരിക്കയിലെ ടഫ്സ് സർവകലാശാലയിൽ നിന്നും നിയമത്തിലും നയതന്ത്രത്തിലും ഡോക്ടറേറ്റും USA പുഗറ്റ് സൗണ്ട് സർവകലാശാലയിൽ നിന്ന് ഇന്റർനാഷണൽ അഫയേഴ്സിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദവും തരൂർ നേടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കടുത്ത ത്രികോണ പോരാട്ടമായിരുന്നു. മാറി മാറി വരുന്ന ലീഡും അവസാന നിമിഷം വരെ മുന്നണികളെ ആശങ്കയിലാക്കിയിരുന്നു. അവസാനം 684 വോട്ടുകൾക്ക് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തന്നെ വീണ്ടും ആറ്റിങ്ങലിൽ MP ആയി. സിറ്റിംഗ് MP കൂടിയായ അടൂർ പ്രകാശ് ഒരു LLB കാരനാണ്. കൊല്ലത്ത് അതിഗംഭീര വിജയമാണ് NK പ്രേമചന്ദ്രൻ സ്വന്തമാക്കിയത്. തുടക്കം മുതൽ തന്നെ ലീഡ് നിലനിർത്തി അവസാനം വിജയം സ്വന്തമാക്കി. 1,50,302 വോട്ടുകൾക്ക് വിജയിച്ച NK പ്രേമചന്ദ്രൻ ഒരു BSc ബിരുദധാരിയാണ്. കൂടാതെ LLBയും സ്വന്തമാക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ സിറ്റിംഗ് MP കൂടിയായ UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി തന്നെ ഇത്തവണയും കടുത്ത പോരാട്ടത്തിലൂടെ വിജയിച്ചു. ആന്റോ ആന്റണി 66,119 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആന്റോ ആന്റണി ഒരു BA ബിരുദധാരിയാണ്. മാവേലിക്കരയിൽ വീണ്ടും MP കൊടിക്കുന്നിൽ സുരേഷ് തന്നെ. UDFന്റെ ശക്തനായ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷ് ഒരു LLB കാരനാണ്. 10,868 വോട്ടുകൾക്കാണ് കൊടിക്കുന്നിൽ വിജയിച്ചത്. ആലപ്പുഴയിൽ ആദ്യം മുതൽ തന്നെ തന്റെ ലീഡ് ഉയർത്തി അത് അവസാനം വരെ തുടർന്ന് മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് KC വേണുഗോപാൽ. 63,513 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് KC വിജയിച്ചത്. കോൺഗ്രസിന്റെ പക്കൽ നിന്നും കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിച്ച KC വേണുഗോപാൽ ഒരു MSc കാരനാണ്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് വോട്ടെണ്ണലിന്റെ ആദ്യം മുതൽക്കേ മുന്നിലായിരുന്നു. 87,266 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തിരുന്നു. ഫ്രാൻസിസ് ജോർജ് BA ബിരുദവും LLB ബിരുദവും നേടിയിട്ടുണ്ട്. ഇടുക്കി മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് 1,33,727 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അതിഗംഭീര വിജയം സ്വന്തമാക്കിയത്. ഡീൻ BSc ഫിസിക്സും പൊളിറ്റിക്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സിൽ MAയും LLBയും നേടിയിട്ടുണ്ട്. എറണാകുളം മണ്ഡലത്തിൽ വോട്ട് എണ്ണി തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നതുവരെ വലിയ ലീഡോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ നിന്നിരുന്നത്. 2,50,385 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ഹൈബി വിജയിച്ചത്. ഹൈബി ഈഡൻ ഒരു BCom ബിരുദധാരിയാണ്. ചാലക്കുടിയിലെ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ തിളക്കമാർന്ന വിജയത്തിലൂടെ മണ്ഡലം സ്വന്തമാക്കി. 63,754 വോട്ടുകൾക്ക് വിജയിച്ച ബെന്നി ഒരു BCom കാരനാണ്. VIP മണ്ഡലമായ തൃശൂരിൽ താമര വിരിയിച്ച NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അങ്ങനെ തൃശൂർ എടുത്ത സുരേഷ് ഗോപി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ PG എടുത്തിട്ടുണ്ട്. ആലത്തൂർ മണ്ഡലം ചുവപ്പിച്ച LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ 20,111 വോട്ടുകൾക്കാണ് വിജയിച്ചത്. BA എക്കണോമിക്സ് ആണ് രാധാകൃഷ്ണന്റെ വിദ്യാഭ്യാസ യോഗ്യത. പാലക്കാട് വിജയിച്ച VK ശ്രീകണ്ഠൻ 75,283 വോട്ടുകളുടെ ലീഡ് നേടി. അതിഗംഭീര വിജയം നേടിയ UDFന്റെ VK ശ്രീകണ്ഠൻ ഹിസ്റ്ററിയിൽ ബിരുദം നേടിയിട്ടുണ്ട്. പൊന്നാനിയിൽ UDFന്റെ അബ്ദുസമദ് സമദാനി 2,35,090 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അബ്ദുസമദ് LLB ബിരുദവും MA ബിരുദാനന്തര ബിരുദവും PhDയും എടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ 3,118 വോട്ടുകൾക്ക് വിജയം നേടി. ET ഒരു SSLC കാരനാണ്. കോഴിക്കോട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവൻ 1,46,176 വോട്ടുകൾക്ക് വിജയം നേടി മണ്ഡലം സ്വന്തമാക്കി. രാഘവൻ ഒരു BA ബിരുദധാരിയാണ്. വയനാട് VIP മണ്ഡലത്തിൽ വിജയിച്ച കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി 3,64,422 വോട്ടുകൾക്ക് വിജയം നേടി. രാഹുൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil നേടിയിട്ടുണ്ട്. വടകര മണ്ഡലത്തിൽ തീവാറിയ പോരാട്ടമായിരുന്നു. 1,14,506 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ വിജയം സ്വന്തമാക്കി. ഷാഫി ഒരു MBA കാരനാണ്. കണ്ണൂരിൽ 1,08,982 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ KPCC പ്രസിഡന്റും സിറ്റിംഗ് MPയുമായ കോൺഗ്രസിന്റെ K സുധാകരൻ വിജയിച്ചു. ഹിസ്റ്ററിയിൽ ബിരുദാനന്തര ബിരുദവും LLBയും സുധാകരൻ നേടിയിട്ടുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ 1,03,148 വോട്ടുകൾക്കാണ് കോൺഗ്രസിന്റെ രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിച്ചത്. BA എക്കണോമിക്സ് ആണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിദ്യാഭ്യാസ യോഗ്യത.